18 ലോക്സഭയുടെ സ്പീക്കറെ ഇന്ന് തിരഞ്ഞെടുക്കുകയാണല്ലോ. രാവിലെ 11 മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുക അറിയാൻ സാധിക്കുന്നു. മുൻ സ്പീക്കറായിരുന്ന ഓം ബിർളയാണ് സ്പീക്കർ പദവിക്കായി മത്സരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷ നിരയിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് കൂടി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട് എന്നുള്ള വിവരം എങ്ങനെ നോക്കിക്കാണാം? നന്ദൻ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, 293 പേരുടെ വ്യക്തമായ ഭൂരിപക്ഷമുള്ള NDAക്ക് ഓം ബിർള തന്നെയാകും സ്പീക്കർ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാര്യം വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് ലോക്സഭയിൽ NDAക്ക്. ഇനി 232 പേരുടെ ഭൂരിപക്ഷം മാത്രമുള്ള ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിയേക്ക് മത്സരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ്. ഇത്തരമൊരു മത്സരം കാഴ്ചവെക്കരുത്, അല്ലെങ്കിൽ മത്സരത്തിൻ്റെ സാധ്യതകളെ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP തള്ളിയതാണ്. അത്തരം മത്സരങ്ങൾ ഒഴിവാക്കണമെന്ന് പ്രതിപക്ഷത്തിനോട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. എന്നാൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണമെന്നുള്ള ആവശ്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇത്തരമൊരു മത്സരത്തിലേക്ക് പോലും NDA സഖ്യം കടന്നത് അത് സഖ്യകക്ഷികളായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസോ അല്ലെങ്കിൽ NCPയോ അറിഞ്ഞില്ല. ഇന്നലെ അവരും വ്യക്തമായ അല്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് ഇന്നലെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 10:30 മുഴുവൻ MPമാരും എത്തുവാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്, വിപ്പ് നൽകിയിട്ടുണ്ട്. 11 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കും. അതിനുശേഷം രഹസ്യ ബാലറ്റിലൂടെ ആയിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പും അതേപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും എന്നുള്ളതാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് BJPക്ക് സ്ഥാനാർത്ഥിയില്ല. കഴിഞ്ഞ 2019 ഓം ബിർള 17ാം ലോക്സഭയിലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അതിന് മുമ്പ് 2014 മാത്രമായിരുന്നു അന്ന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമുള്ളത്. അന്ന് AIDMKയ്ക്കായിരുന്നു അന്ന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയത്. പിന്നീട് 2019 ആ സ്ഥാനം ഒഴിഞ്ഞു കിടന്നു. ഇപ്പോൾ 2024 ആയപ്പോഴേക്കും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഒഴിച്ചു തന്നെ ഇടാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ സ്ഥാനാർത്ഥി മാത്രമാണ് ഓം ബിർള. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നും വിജയിച്ച ഓം ബിർളയ്ക്ക് ഇത് 3ാം അംഗമായിരുന്നു. 3ാം തവണയും 50,000-നടുത്ത് ഭൂരിപക്ഷത്തിലാണ് ഓം ബിർള ജയിച്ചത്. കഴിഞ്ഞ ലോക്സഭയിൽ 17ാം ലോക്സഭയെ വളരെ നയതന്ത്രപരമായി ഓം ബിർള നിയന്ത്രിച്ചു. അതുതന്നെയാണ് ഈ 18ാം ലോക്സഭയിലേക്കും സ്പീക്കറായിട്ട് ഓം ബിർളയെ നിർദ്ദേശിക്കുവാൻ BJP തീരുമാനിച്ചതിന് പിന്നുള്ള കാരണവും അതുതന്നെയാണ്. ഏതായാലും ഇന്നിപ്പോൾ 11 മണിക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 293 പേരുടെ വ്യക്തമായ ഭൂരിപക്ഷം NDAയ്ക്കുണ്ട്. ഇതിന് പുറമെ YSR കോൺഗ്രസിൻ്റെ 4 MPമാരുടെ അല്ലെങ്കിൽ അവരുടെ പിന്തുണ കൂടി ലഭിക്കുമെന്നുള്ള സൂചനകൾ ഇതിനോടകം തന്നെ ലഭ്യമാകുന്നുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള സ്ഥിരീകരണം ഇനിയും ഉണ്ടായിരിക്കേണ്ടു. മാത്രമല്ല, ഈ YSR കോൺഗ്രസ് അടക്കം മറ്റ് 18 MPമാരുണ്ട്. ഈ 18 MPമാരുടെ സാധ്യതകൾ അവർ ആർക്കൊപ്പമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ വ്യക്തമായി അറിയുന്ന ഒരു ദിനം കൂടിയാണ് എന്നുള്ളതാണ് ലക്ഷ്മി ഇന്നത്തെ പ്രത്യേകത.